ഇതുവരെ ഇങ്ങനെ ഒരു കല്യാണത്തിന് ആരും കൂടിയിട്ടുണ്ടാവില്ല. അതുപോലത്തെ ഒരു കല്യാണമാണ് കേട്ടോ ഇത്. അസാധാരണമാണ്. ഏത് നാട്ടുകാരും കണ്ടുപഠിക്കേണ്ട വളരെ വലിയ ഒരു സൗഹൃദമാണ് ഈ നാട്ടുകാർ കാണിക്കുന്നത്. Delicious food, great people. Yeah, thank you. We really like to be here. ഈ കുട്ടികൾ തന്ന സംഭാവനയാണ്. കുട്ടികൾ ശേഖരിച്ച പൈസ നമുക്ക് വേണ്ടി തന്നതാണ്. ഈ ഒരു റോഡിന് വേണ്ടി ഒരു നാട് ഒത്തൊരുമിച്ച് നിന്നിട്ട് നടത്തുന്ന പരിപാടിയാണ്. റോഡ് കല്യാണം പൊളിച്ച് ഇതിവിടെ ആദ്യമായിട്ടാ. ഹലോ നമസ്കാരം, റഫീഖ് തോട്ടുമുക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊടിയത്തൂർ, വെസ്റ്റ് കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു കല്യാണത്തിലാണ്. ഇതുവരെ ഇങ്ങനെ ഒരു കല്യാണത്തിന് ആരും കൂടിയിട്ടുണ്ടാവില്ല. അതുപോലത്തെ ഒരു കല്യാണമാണ് കേട്ടോ. അതായത് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടുകാരുടെ ഒരുമ ഉള്ളൊരു കല്യാണത്തിനാണ്. അതായത് കുറിക്കല്യാണമാണ്. അതും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ സമാഹരണാർത്ഥമാണ് ഈ കല്യാണം നടക്കുന്നത്. പലജാതി കല്യാണം നമ്മൾ കൂടിയിട്ടുണ്ട്. ഇതുപോലെ റോഡിന് വേണ്ടിയിട്ടുള്ള കല്യാണം ആദ്യമായിട്ടാണ് നമ്മൾ കൂടുന്നത്. അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കടമ. ഇപ്പോൾ 2000-ലധികം പൊതികളാണ് കേട്ടോ ഓരോ അവിടെ ഈ കല്യാണത്തിന് വരുന്ന ആളുകൾ, അതായത് ഇവിടുന്ന് പോയാലും വന്നാലൊക്കെ കൂടെ ഉള്ളത് 2000-ലധികം ബിരിയാണി പൊതികളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലജാതി കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ നാട്ടിലൊക്കെ. നല്ല ഒരു റോഡിന് വേണ്ടിയിട്ടുള്ള കല്യാണം കണ്ടിട്ടുണ്ട് നിങ്ങൾ. അതാണ് കേട്ടോ ഈ വെസ്റ്റ് കൊടിയത്തൂർ കാണുന്നത്. ഇവിടെ മനുഷ്യന്റെ വിശാലമ മനസ്സിന്റെ ഫലമായി വികസിച്ച റോഡായി. റോഡിത് നാടിന് മാറ്റായി. ഒരു നാടിൻ വികസനം ജനതൻ ആവേശത്തൽ ഇടവഴി റോഡായി. ഇവിടെ മനുഷ്യന്റെ വിശാലമ മനസ്സിന്റെ ഫലമായി വികസിച്ച റോഡായി. റോഡിത് നാടിന് മാറ്റായി. കൊടിയത്തൂർ പഞ്ചായത്തിലെ വെസ്റ്റ് കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ റോഡിന്റെ ഈ ഒരു കല്യാണം നടക്കുന്നത്. 1200 മീറ്ററാണ് ഈ റോഡിന്റെ ദൈർഘ്യം. ഇത് മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ നാടിന് അപരിചിതമായിക്കൊണ്ടിരിക്കുന്ന കുറിക്കല്യാണം എന്ന് പറഞ്ഞൊരു ഏർപ്പാട് നടക്കാം. ഈ ഒരു റോഡിന് വേണ്ടി ഒരു നാട് ഒത്തൊരുമിച്ച് നിന്നിട്ട് നടത്തുന്ന പരിപാടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റോഡരികിലുള്ള എല്ലാ ആളുകളും സൗജന്യമായി ഭൂമി കൊടുക്കാൻ, എന്നിട്ട് അവർക്ക് മതിൽ കെട്ടാൻ മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഈ ഗ്രാമത്തിലുള്ള മറ്റാളുകളൊക്കെ സംഭാവന നൽകാൻ, ആ സംഭാവന ഒരു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാമം ഒന്നായിട്ട് ഇവിടെ ഒരുമിച്ച് അത്തരം ഒരു കല്യാണം സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹത്തായ ഒരു മാതൃകയാണ് നമ്മുടെ നാടിന് വികസനത്തിന് വലിയ മാതൃകയാണ്. ഈ നാട്ടുകാരെ മുക്തകണ്ഠം പ്രശംസിക്കുക. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് ഒരു റോഡ് കല്യാണം എന്നൊരു പരിപാടി നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ 40 വർഷത്തോളമായി ഇല്ലാതിരുന്ന ഒരു സഞ്ചാര യോഗ്യമായ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കൂട്ടായ്മ ഉണ്ടല്ലോ, ഇത് അസാധാരണമാണ്. ഏത് നാട്ടുകാരും കണ്ടുപഠിക്കേണ്ട വളരെ വലിയ ഒരു സൗഹൃദമാണ് ഈ നാട്ടുകാർ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ഈ നാട്ടുകാരെ മുഴുവൻ മുക്തകണ്ഠം പ്രശംസിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളൊരു കാര്യം എന്നതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. Delicious food, great people. Yeah, thank you. We really like to be here. We're really happy that we are here. Yeah. അപ്പം ഇതുപോലൊരു കല്യാണം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഒരു നാടിന്റെ മൊത്തം ഒരു ഉത്സവമായിട്ട് മാറിയാണ്. ഒരു റോഡിന് വേണ്ടിയിട്ടുള്ള കല്യാണമാണ് കേട്ടോ. വെസ്റ്റ് കൊടിയത്തൂർ ഇടവഴിക്കടവ് റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് കല്യാണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് 3 മീറ്ററിൽ നിന്നും 6 മീറ്ററിലേക്ക് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ഒരു വൻ വിജയമായി മാറിയിരിക്കുകയാണ്. ഇതൊരു നാട്ടിൻ്റെ ഉത്സവമാണ്. ഇവിടുന്ന് വിവാഹം കഴിച്ചു പോയവരെല്ലാവരും ഇന്ന് ഈ ഒരു പ്രദേശത്തേക്ക് തിരിച്ചു വന്നിട്ടാണ് ഈ ഒരു പരിപാടിയുടെ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ വിശാലമ മനസ്സിന്റെ ഫലമായി വികസിച്ച റോഡായി. റോഡിത് നാടിന് മാറ്റായി.
ഒരു നാടിൻ വികസനം ജനതൻ ആവേശത്തം ഇടവഴി റോഡായി ഇവിടെ മനുഷ്യന്റെ വിശാലമ മനസ്സിന്റെ ഫലമായി വികസിച്ച റോഡായി റോഡിത് നാടിന് മാറ്റായി. കല്യാണത്തിന് വന്നവർക്കൊക്കെ ചായയും കടിയും ബിരിയാണിയും ഒക്കെ ഫ്രീ ആണ് കേട്ടോ, സൗജന്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും ഈ കുറിക്കല്യാണത്തിന് കൂടുന്നുണ്ട്. അപ്പം ഈ റോഡ് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകട്ടെ എന്നാണ് പറയാനുള്ളത്.